തായ്ക്കണ്ടിയിലെ എച്ചിൽ വാങ്ങി തിന്നിട്ട് അവിടെ നിന്ന് കുറച്ചോണം. മൊത്തം പാർട്ടിയെ വലിച്ചിഴയ്ക്കാൻ നിൽക്കരുത്. പിണറായി കുടുംബത്തെ വെളുപ്പിക്കാൻ നെടുനീളത്തിൽ ലേഖനം തള്ളിയ ദേശാഭിമാനിയെ വലിച്ചു കീറി നട്ടലുള്ള സഖാക്കൾ. വിജയൻ എഴുതി തരുന്നത് ഫ്രണ്ട് കോളം വാർത്ത കൊടുത്ത് ഇതാണ് CPM നിലപാടെന്ന് പറയാൻ വന്നേക്കരുത്. പാർട്ടി പത്രം വലിച്ചു കീറി എറിഞ്ഞ് ചങ്കൂറ്റത്തോടെ ചിലതൊക്കെ പച്ചയ്ക്ക് ചോദിച്ച് ഒരു കൂട്ടർ രംഗത്ത്. പിണറായി കുടുംബത്തെ വെളുപ്പിക്കാൻ മെഴുകൽ അടങ്കലേറ്റെടുത്തിരിക്കുന്ന ദേശാഭിമാനി നിന്ന് നാറിപ്പുഴുക്കുന്നു. ചോദ്യം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുമ്പോൾ ഗോവിന്ദനും പിണറായിയും ഒക്കെ പരുങ്ങലിലാണ്. വീണയുടെ മാസപ്പടി കേസിൽ റിയാസിലേക്കും അന്വേഷണം നീളുമ്പോൾ ഇത് വേട്ടയാടൽ എന്നും പറഞ്ഞ് ദേശാഭിമാനി ഒരൊറ്റ മോങ്ങലാണ്. എന്നാൽ അന്വേഷണത്തിലൂടെ സത്യം തെളിയട്ടെ എന്ന് പാർട്ടിയിൽ ഒരു വിഭാഗത്തിന്റെ നിലപാട്. കോടിയേരിയുടെ മക്കളുടെ വിവാദങ്ങളിലും കേസിലും എന്ത് നിലപാടായിരുന്നോ പാർട്ടി സ്വീകരിച്ചത്, ആ നിലപാട് തന്നെ മതി വീണയുടെ കാര്യത്തിലെന്നും കട്ടായം കടുപ്പിച്ച് പാർട്ടിയിലെ പിണറായി എതിരാളികൾ. വീണ തായ്ക്കണ്ടിക്കെതിരെ നടക്കുന്ന ED അന്വേഷണത്തിനെതിരെ മുഖപ്രസംഗം എഴുതിയിരിക്കുകയാണ് ദേശാഭിമാനി ദിനപത്രം. EDയുടെ രാഷ്ട്രീയ വേട്ട വിലപ്പോകില്ലെന്നും അന്വേഷണത്തിന്റെ പേരിൽ ഭീകരത സൃഷ്ടിക്കുന്നുവെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. അപസർപ്പക കഥകൾ മെനയുകയാണ്. കേസ് വലിച്ചു നീട്ടുന്നത് ദുരൂഹമാണെന്നും വ്യക്തികൾക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ നേതാക്കളെ ലക്ഷ്യമിടുന്നത് പകപോക്കലാണെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പടപ്പുറപ്പാടുകളെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് CPM. വിദ്യാഭ്യാസ മേഖലയിലെ അഴിമതിക്കും തൊഴിലില്ലായ്മയ്ക്കുമെതിരെ ഡൽഹി ജന്തർ മന്ദറിൽ നടന്ന ബഹുജന സമരത്തിൽ ആശയപരമായും ധാർമ്മികമായും ഇടപെട്ട് മോദി സർക്കാരിനെ മുട്ടുകുത്തിക്കുന്നതിൽ CPM നിർണായക പങ്കുവഹിച്ചിരുന്നു. ഇതിനുശേഷമാണ് പുതിയ ആരോപണങ്ങളുമായി EDയുടെ പുതിയ വിളയാട്ടമെന്ന് പാർട്ടിയുടെ മുഖപത്രം ദേശാഭിമാനി അങ്ങ് തള്ളിമറിച്ച് എഴുതിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ വീണയ്ക്കെതിരെ നടക്കുന്ന ED അന്വേഷണം അത് കേന്ദ്ര സർക്കാർ പകപോക്കുന്നതാണ്. ജന്തർ മന്ദറിൽ CPM സമരത്തിൽ പങ്കാളികളായതുകൊണ്ടാണ് ഇങ്ങനെ വേട്ടയാടൽ നടത്തുന്നത് എന്ന് ദേശാഭിമാനി എഴുതിയിരിക്കുന്നത്. അല്പം ഉളുപ്പുണ്ടോ പാർട്ടി പത്രമേ എന്ന് ചോദിക്കാതെ വേറെ നിവർത്തിയില്ല. കാരണം വീണയ്ക്കെതിരായ അന്വേഷണം ജന്തർ മന്ദറിൽ സമരം തുടങ്ങിയതിന് ശേഷമാണോ ഉണ്ടായത്? വീണയ്ക്കെതിരായ അന്വേഷണം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലം മുതൽ തുടങ്ങിയതാണ്. ആദ്യം SFIOയുടെ അന്വേഷണം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ED കളത്തിലേക്ക് വരുന്നത്. അങ്ങനെ അന്വേഷണം തകൃതിയായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ടും ഇത് ജന്തർ മന്ദറിൽ സമരം നടത്തിയതുകൊണ്ട് വേട്ടയാടുന്നതാണ് എന്ന് പറയാൻ ചില്ലറ തൊലിക്കട്ടിയൊന്നും പോരാ ഈ ദേശാഭിമാനിക്ക്. CMRL എക്സാലോജിക് വിവാദത്തിന്റെ പേരിൽ ഇപ്പോൾ നടക്കുന്ന ED പരിശോധനകളും ഇതിന്റെ തുടർച്ച മാത്രമാണ് എന്നാണ് ദേശാഭിമാനി എഴുതിയിരിക്കുന്നത്. പാർട്ടി നേതാക്കളുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും വീടുകളിലേക്ക് കടന്നുകയറി അന്വേഷണത്തിന്റെ പേരിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് എന്നും ദേശാഭിമാനി അങ്ങ് പടച്ചെഴുതി വിട്ടിട്ടുണ്ട്. ഈ ദേശാഭിമാനിയോട് ചോദിക്കാനുള്ളത്, മാസപ്പടി വാങ്ങി എന്നുള്ളത് കള്ളം പ്രചരിപ്പിക്കലാണോ, അതോ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയെടുത്ത് ED ഇപ്പോൾ അന്വേഷണം നടത്തുന്നതാണോ? ഒരു അന്വേഷണം നടക്കുമ്പോൾ അതിനോടങ്ങ് സഹകരിച്ചാൽ പോരെ? എന്തിനാണ് ഇങ്ങനെ വേവലാതിപ്പെടുന്നത്? അവർ അന്വേഷണം നടത്തി പോയിക്കൊള്ളും. പക്ഷെ അപ്പോഴേക്കും ഞങ്ങളെ വേട്ടയാടുന്നേ എന്ന് പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെ മോങ്ങിക്കരയുന്നത്? ദേശാഭിമാനിക്ക് അത്ര വലിയ ഏനക്കേടാണെങ്കിൽ വീണ വിജയനോട് പോയി പറയൂ, അവരുടെ കമ്പനിയുടെ രേഖകൾ, തെളിവുകൾ ED ഉദ്യോഗസ്ഥർക്ക് കൊണ്ടുകൊടുക്കാൻ. അന്വേഷണം ഇത്രയും മുൻപോട്ട് പോയല്ലോ. 2 തവണ വീണയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചു. ഈ 2 തവണയും എക്സാലോജിക് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ കൈമാറാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് അവർക്കതിന് കഴിയാത്തത്? എക്സാലോജിക് എന്ന കമ്പനി അവരുടേതാണല്ലോ. പക്ഷേ ആ കമ്പനിയെക്കുറിച്ച് എന്ത് ചോദിച്ചാലും എനക്കറിയാൻ പാടില്ല എന്നുള്ള ഒരു സ്ഥിരം ഡയലോഗാണ് വീണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓർമ്മയില്ല, മറന്നുപോയി എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇതൊക്കെയാണ് EDയിൽ സംശയം ജനിപ്പിക്കുന്നത്. അതുമാത്രമല്ല, മുഹമ്മദ് റിയാസിലേക്ക് അന്വേഷണം പോകുമ്പോൾ അതിന്റെ തെളിവ്, അതായത് അവിടെ റെയ്ഡ് നടത്താൻ EDക്ക് കിട്ടിയ തെളിവ്, വീണയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ ഈ പറയുന്ന മുഹമ്മദ് റിയാസിലേക്കും റിയാസിന്റെ സുഹൃത്തുക്കളിലേക്കും വലിയ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്. ഇതിന്റെ വേര് തപ്പുകയാണ് ED ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണയുടെ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകുമ്പോഴാണ് റിയാസും റിയാസിന്റെ ചില സുഹൃത്തുക്കളും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അവരെ വിളിച്ച് ചോദ്യം ചെയ്യുന്നു, അവരുടെ വീടുകളിൽ റെയ്ഡ് നടത്തുന്നു. അതിനോടങ്ങ് സഹകരിച്ചാൽ പോരെ? എന്തിനാണ് ഇത്ര വേവലാതിപ്പെടുന്നത്? അന്വേഷണ ഏജൻസികളെ പ്രതിപക്ഷത്തിനെതിരെ ഉപയോഗിക്കുന്ന പ്രവണത കേന്ദ്ര ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. മോദി സർക്കാർ അധികാരത്തിലേറിയതോടെ രാഷ്ട്രീയ എതിരാളികളെ നേരിടാനുള്ള ഏറ്റവും വലിയ ആയുധമായി
കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വ്യാപകമായി ഉപയോഗിക്കുകയാണ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തെ പ്രമുഖ നേതാക്കളെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിനും BJPക്കുമെതിരെ പ്രതിപക്ഷം ശക്തമായ നിലപാടെടുക്കുമ്പോഴാണ് ഇത്തരം സമീപനം മോദി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. സർക്കാരിനെതിരെ വിമർശിക്കുന്ന മാധ്യമങ്ങളെ ED ഉൾപ്പെടെയുള്ള ഏജൻസികളെ ഉപയോഗിച്ച് നിശബ്ദമാക്കാൻ ശ്രമിച്ചതിന്റെ നിരവധി അനുഭവങ്ങളുണ്ട്. CMRL എക്സാലോജിക് വിവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ പേരിൽ CPIMനെയും പാർട്ടി നേതാക്കളെയും ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ പ്രചാരണം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യങ്ങൾ വീണ്ടും പ്രസക്തമാകുന്നത്. പാർട്ടി നേതാക്കളുടെ സുഹൃത്തുക്കളിലേക്കും കടന്നുചെന്ന് അന്വേഷണത്തിന്റെ പേരിൽ ഭീകരത സൃഷ്ടിക്കുകയാണ്. അപസർപ്പക കഥകൾ മെനയുന്നതും കേസ് വലിച്ചു നീട്ടുന്നതും ദുരൂഹമാണ്. അന്വേഷണ ഏജൻസികളുടെ ചുമതല കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുകയും തെളിവുകൾ ശേഖരിക്കുകയും നിയമാനുസൃതമായ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ കോടതികളിൽ റിപ്പോർട്ട് സമർപ്പിക്കാറുണ്ട് എന്നല്ലാതെ മാധ്യമങ്ങൾക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കാറില്ല. അന്വേഷണത്തിന്റെ പേരിൽ മാധ്യമങ്ങളിൽ ആരോപണങ്ങളുടെ പെരുമഴ സൃഷ്ടിക്കുന്നത് രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപകരണമാക്കുന്നതിന്റെ ഭാഗമാണ്. ED കണ്ടെത്തി, അന്വേഷണത്തിൽ തെളിഞ്ഞു തുടങ്ങിയ തലക്കെട്ടുകൾ പലപ്പോഴും കോടതി കണ്ടെത്തിയ വസ്തുതകൾ എന്ന മട്ടിലാണ് മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത്. ചില സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും CPIM നേതാക്കളെ മാത്രമല്ല പാർട്ടിയെ തന്നെ പ്രതി ചേർത്ത വിചിത്ര സംഭവമുണ്ടായി. ഒരു സ്ഥാപനത്തിനോ വ്യക്തികൾക്കോ എതിരെ ഉയരുന്ന ആരോപണങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നതിന്റെ പരിധി കടന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അതിന്റെ നേതാക്കളെയും അവരുമായി ബന്ധമുള്ളവരെയും ലക്ഷ്യമിട്ട് പരിശോധനകൾ നടക്കുന്നത് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണ്. അഴിമതി ഉണ്ടെങ്കിൽ അന്വേഷിക്കണം, സാമ്പത്തിക ക്രമക്കേടുണ്ടെങ്കിൽ തെളിവുകൾ പുറത്തു കൊണ്ടുവരണം. എന്നാൽ സമാനമായ ആരോപണം നേരിടുന്നവരെ പറ്റി അന്വേഷണം ഉണ്ടാകുന്നില്ല. കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളെക്കുറിച്ച് വ്യക്തമായ തെളിവുകൾ പുറത്തു വന്നിട്ടും BJP നേതാക്കൾക്കെതിരെ അന്വേഷണ ഏജൻസികളുടെ സമീപനം എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അന്വേഷണം നേരിടുന്നവർ BJPയിൽ ചേർന്നാൽ അവരുടെ പേരിലുള്ള കേസുകൾ ഇല്ലാതാകുന്ന പ്രവണതയ്ക്കും രാജ്യം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്.